സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് കാണുപോയത്? അല്ല, ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കല്ലേ? ഞങ്ങളല്ലേ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി AKG സെന്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCCയിലേക്ക് ശ്രീ MM ഹസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയാം, പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. LDFന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് 10 വിഷ്വൽ നിങ്ങൾ എടുത്ത് നോക്കിയോ. 10 പരിപാടി നടത്തിയേക്കണം. ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കും. അല്ല, ഞാൻ പറയട്ടെ, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കൈരളി ഒന്ന് തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ആ ചോദ്യം അപ്രസക്തമായ ചോദ്യം. പച്ചക്കൊടിയുടെ നിഴൽ പോലും ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം ഭയചകിതരായിരിക്കുന്ന കാലത്ത് ന്യൂനപക്ഷ സംരക്ഷകരായിരിക്കുമെന്ന് വാദിക്കുന്നത്. പച്ചനിറം കണ്ടാൽ അത് പാകിസ്ഥാന്റേതാണെന്ന് പറയുന്ന സംഘപരിവാറിനേക്കാളും മുന്നേ ലീഗിനെ വർഗീയ പാർട്ടിയെന്നും ചത്ത കുതിരിയെന്നും വിശേഷിപ്പിച്ച ഒരു നേതാവുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. ദേശീയ സമ്മേളനത്തിൽ ലീഗ് വർഗീയ പാർട്ടിയെന്ന് പ്രമേയം പാസാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ഒരിക്കൽ കോൺഗ്രസിനെതിരെ തനിച്ചു മത്സരിച്ച മുസ്ലിം ലീഗ് പക്ഷേ ഇന്ന് കോൺഗ്രസിന് വേണ്ടി പല വിഷയങ്ങളിലും നിലപാട് മാറ്റുന്നു. സംഘപരിവാറിനെ വിരളി പിടിപ്പിക്കുന്നത് ഒരു കഷണം പച്ചത്തുണിയാണെങ്കിൽ കോൺഗ്രസിന്റെ സംഘപരിവാർ വിധേയത്വത്തിന് അടിപ്പെട്ട് കൊടി തന്നെ ഒഴിവാക്കുന്നു മുസ്ലിം ലീഗ്. മതനിരപേക്ഷ കക്ഷിയെന്ന് ആവർത്തിച്ച് പിൻവാതിലിലൂടെ SDPIയെ ചേർത്ത് പിടിക്കുന്നു കോൺഗ്രസ്. അതിനും മൂകസാക്ഷി അതേ മുസ്ലിം ലീഗ്. കേരളത്തിൽ പോലും ലീഗ് പതാക ഉയർത്താൻ കോൺഗ്രസിന് പേടിയാണെങ്കിൽ പിന്നെ എവിടെയാണ് സംഘപരിവാറിനെതിരെ കോൺഗ്രസ് പോരാടാനൊരുങ്ങുന്നത്? ഓരോ പാർട്ടിക്കും ഓരോ പ്രചാരണ രീതി എന്ന തൊടുന്യായം കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ ന്യായീകരിക്കാനാകുമോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി M നൌഷാദ് CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി K ബേബി കോൺഗ്രസ് നേതാവ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. റോണി K ബേബി, ജയ്ഹിന്ദ് മുദ്രാവാക്യം ഉയർത്തിയത് അസീമുള്ള ഖാനാണ് എന്ന പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അടുത്ത കാലത്ത് നാട് കേട്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം അങ്ങനെ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്, അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. അത് ഏതെങ്കിലും ഒരു നിറത്തിന്റെയോ അല്ലെങ്കിൽ പേരിന്റെയോ ഒക്കെ പേരിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല മതേതരത്വം എന്ന് ആവർത്തിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തതെങ്കിൽ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അംഗീകൃത പ്രസ്ഥാനമാണ്, അവരുടെ പതാക അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ആ പതാകയെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ നിർബന്ധിതരാകുന്നു കോൺഗ്രസ്. എങ്ങനെ ശരിയാകും? എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാദിക്കുകയും ചെയ്യുന്നു. അസീമുള്ള ഖാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ അകത്ത് ആണല്ലോ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. കേരളത്തിന് പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വത്തിന് വേണ്ടിയും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളൊന്നും കാണാതെയാണോ ഇതിന്റെ മുഴുവൻ അവകാശം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു പ്രസ്താവനയ്ക്ക് മാത്രമാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മുഴുവൻ അവകാശവുമെന്ന് കൈരളി TVയുടെ ഇൻട്രോയിൽ പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മാർച്ച് 17 ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം അങ്ങ് ബോംബെയില് നടന്നപ്പോൾ അവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായി ശ്രീ രാഹുൽ ഗാന്ധി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം വലിച്ച് അറബിക്കടലിലെറിയും എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞപ്പോൾ, ആ ബോംബെയിൽ നടന്ന റാലിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ CPM ഉണ്ടായിരുന്നു. ഇനി ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളെ ED ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെതിരെ ഡൽഹി കഴിഞ്ഞ 25 വർഷത്തിന് പോലും ഇടയിൽ കാണാത്ത ഒരു ജനസമുദ്രം ഒഴുകിയെത്തിയപ്പോൾ അവിടെ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ന്യൂനപക്ഷത്തിന്റെ സ്നേഹം പറയുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ
മറ്റു പല പരാമർശങ്ങളും BJP-യുടെ ചില സ്വരത്തോട് ചേർന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയാൽ റോണി കെ ബേബി നോക്കൂ, ഇവിടെ പിണറായി വിജയന്റെ പരാമർശം മറ്റൊരു വിഷയമാണല്ലോ. എന്റെ ചോദ്യം തന്നെ അതായിരുന്നില്ല. ഇപ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു, അതൊക്കെ യാഥാർത്ഥ്യവുമാണ്. രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി രാഹുൽ ഗാന്ധി ആ വിഷയം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നത് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. താങ്കൾ പറയുന്ന തരത്തിൽ മതന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് എങ്കിൽ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇപ്പോൾ UDF-ലാണല്ലോ, കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണല്ലോ. മുസ്ലിം ലീഗിന്റെ വോട്ട് ഭൂരിഭാഗമുള്ളൊരു മണ്ഡലം കൂടിയാണ് വയനാട്. ആ പ്രത്യേകതയും അങ്ങേക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പോലൊരു നേതാവ് വരുമ്പോൾ അവിടെ സ്വന്തം പതാക ഉയർത്താൻ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അനുവാദം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ഇന്നലെ അവിടെ നടന്നത് UDF-ന്റെ ഒരു ശക്തി പ്രകടനമോ അല്ല UDF-ന്റെ ഒരു റാലിയോ UDF-ന്റെ ഒരു പ്രകടനമായിരുന്നില്ല. ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ അവിടെ ഒരു റോഡ് ഷോ നടക്കുന്നു. സ്വാഭാവികമായിട്ടും കുറേയധികം ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണുവാനായിട്ട് റോഡിന്റെ ഇരുവശവും തടിച്ചു കൊടുത്തു. കോൺഗ്രസ് അല്ല UDF വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തകരെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് നടത്തിയൊരു പരിപാടിയല്ല. അപ്പോൾ മുൻകൂട്ടി ഈ പതാകയുമായി ഒന്ന് വരണമെന്നോ അല്ലെങ്കിൽ മുൻകൂട്ടി പതാകയുമായി വന്ന് ഒരു ഓർഗനൈസ് ചെയ്ത് നിൽക്കണമോ എന്നുള്ളൊരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. അങ്ങേക്ക് തന്നെ ഒരുപക്ഷെ അറിയാമായിരിക്കാം, രാഹുൽ ഗാന്ധി വരുന്നു അല്ലെങ്കിൽ ഏതൊരു നേതാവും വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ മുസ്ലിം ലീഗ് എന്നല്ല, കോൺഗ്രസ് എന്നല്ല, CPIM എന്നല്ല, ആരായാലും ശരി, അവർ വരുമ്പോൾ ഒരു കൊടി കയ്യിൽ കരുതും എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെയാണോ? ഒന്നോ രണ്ടോ കൊടി ഉണ്ടായിട്ട് ബാക്കി ആരും അത് കരുതിയില്ല എന്നതാണെങ്കിൽ പോലും നമുക്കത് ന്യായീകരിക്കാം. ഒരാൾ പോലും കൊടിയെടുത്തില്ല. അപ്പോൾ എന്താ അവിടെ വന്ന മുസ്ലിം ലീഗ് നേതാക്കൾ മുഴുവനും, കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും കൊടിയെടുക്കാൻ മറന്നുപോയതാണോ? അങ്ങനെയാണോ സാധാരണ ഒരു നേതാവിനെ സ്വീകരിക്കാനായി വരുന്നത്? ശരി, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ പോയതാ. രാഹുൽ ഗാന്ധിയുടെ ഇടത്തും നമുക്ക് അവരെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വശത്ത് ആരാധനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും തങ്ങള് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിൽക്കുന്നു. അവരെ എല്ലാം അണിനിർത്തിക്കൊണ്ട് UDF-ന്റെ മുഴുവൻ ആളുകളെ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ നേതാക്കളെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും കോൺഗ്രസ് അണിനിർത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം. പക്ഷെ അവരുടെ പേരുകൾ സംഘപരിവാർ വിമർശിച്ചിരുന്നില്ല. പക്ഷെ അന്ന് മുസ്ലിം ലീഗ് എടുത്തിയ കൊടി സംഘപരിവാർ വിമർശിച്ചിരുന്നു. ആ കൊടി ഇപ്പോൾ ഒഴിവാക്കുന്നു. അതല്ലേ സംഭവിച്ചത്? ലളിതമായ ഭാഷ അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ കൊടിയുടെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഈ പ്രാവശ്യം സംഘപരിവാറിനേക്കാൾ മുമ്പിൽ ഒരു കല്ല് ആഞ്ഞെറിയുന്നത് CPM ആണോ? അപ്പൊ ഞാൻ ഒരു കാര്യം, എന്റെ ശ്രദ്ധ വന്നൊരു കാര്യമാണ്. മലബാറിന്റെ പല പ്രദേശങ്ങളിലും ഞാൻ കഴിഞ്ഞ തവണ ഈ പ്രാവശ്യം ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് CPM-ന്റെ കൊടികൾ കാണുന്നു. CPM-ന്റെ ഒരു കൊടിയുടെ ഒരു വലിയ ഒരു ചരിത്രമുണ്ട്. CPM-ന്റെ പ്രവർത്തകരും ഒക്കെ, ഞാൻ CPM-ന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ കൊടിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഒരു വലിയ ഒരു വൈകാരികത. CPM-ന്റെ ചെങ്കൊടി എന്ന് പറയുന്നത് എത്രയോ ആവേശഭരിതമായിട്ടുള്ള ഒന്നാണ് CPM-ന്റെ പ്രവർത്തകർക്ക്. പക്ഷെ ഞാൻ ഇന്നലെ പല പ്രദേശങ്ങളിലും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. CPM-ന്റെ കൊടിക്ക് പച്ച നിറത്തില് ഒരു CPM-ന്റെ അരുവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്ത ഒരു കൊടി ലോകത്ത് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് CPM-ന്റെ ആ കൊടിയിൽ നിന്നും ചുവപ്പ് അപ്രത്യക്ഷമായി അവിടെ പച്ച നിറം വന്നത്? അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. നമ്മൾ കൊടിയുടെ രാഷ്ട്രീയം ഒക്കെ നോക്കി ഇവിടെ ചർച്ച ചെയ്യാം. അതിപ്പോൾ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അദ്ദേഹം MLA കൂടിയാണ് CPM-ന്റെ. അദ്ദേഹത്തിനോട് ചോദിക്കാം. പക്ഷെ അതല്ലല്ലോ, CPM-ന്റെ കൊടിയുടെ നിറം മാറിയതല്ല, ഇവിടെ ലീഗിന്റെ കൊടിയെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ അതിനെ തുടർന്ന് ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ ആ കൊടി ഒഴിവാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയമേ ആകില്ലായിരുന്നു. റോണി കെ ബേബി, അക്ഷിത, നമുക്കറിയാം സംഘപരിവാര് എന്ന് പറയുന്നത് അവര് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഗവേഷണം നടത്തി. അക്ഷിതയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. കാരണം ഒരു തരത്തിലും ഒരു വസ്തുതയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും പടച്ചുവിട്ട് പ്രചരിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ ഗവേഷണം നടത്തി പോകുന്ന ഒന്നാണ് സംഘപരിവാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ UDF-ന്റെ റാലിയിൽ കൊടി ഉപയോഗിച്ചാലും കൊടിയില്ലെങ്കിൽ ഇന്ന് സ്മൃതി ഇറാനി ഒന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം തന്നെ. സ്മൃതി ഇറാനി പറയുന്നത് ഇന്ത്യയില് ഏറ്റവും അധികം വികസനത്തില് MB ഫണ്ട് ചെലവഴിക്കുന്നതിൽ ഏറ്റവും പിന്നിലാണ് വയനാട്. അവർ പറഞ്ഞു പോയ ഒരു തുണയാ. അതിന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അവര് ഉത്തരേന്ത്യയിൽ വളരെ കൃത്യമായി തന്നെ മാർക്കറ്റ് ചെയ്യും. നമുക്ക് തന്നെ അറിയാം, അശ്വതിക്ക് അറിയാം. കൈരളി TV അതിന്റെ അകത്തൊരു ചെറിയ ഇപ്പോൾ
അവർ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്മൃതി ഇറാനി, ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി, സ്മൃതി ഇറാനി അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫാക്ട്സ് നിരത്തിയത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ, അതിൽ മറ്റ് വിഷയങ്ങളില്ല. പക്ഷേ ഈ കൊടിയുടെ കാര്യം സ്മൃതി ഇറാനിയും പറയുന്നുണ്ട്. ഇന്നലെ പ്രകാശ് ജാവ്ദേക്കർ പറയുകയാണ് ഇത് ഞങ്ങൾ പ്രചാരണായുധമായി ഉപയോഗിക്കുമെന്ന്. അപ്പോൾ സംഘപരിവാറിന് അങ്ങനെ ഒരു പൊളിറ്റിക്സ് ആദ്യമേ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഒരു ഡിഫൻസീവ് പൊളിറ്റിക്സ് ആണ് സ്വീകരിച്ചതെങ്കിൽ സംഘപരിവാർ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ 2 ചുവട് പിന്നിലേക്ക് വെക്കുകയാണ്. എത്ര നാൾ അങ്ങനെ പോകാനാകും? അക്ഷിത, ഞാനിപ്പം എനിക്ക് വന്ന ഒരു സംശയം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. ഇന്നലെ സംഘപരിവാർ പറയുന്നു, പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു, ഇന്ന് CPM പറയുന്നു, പിണറായി വിജയൻ പറയുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ എന്താ നമ്മൾ സംശയിക്കേണ്ടത്? പറയുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ അവരെന്ത് വേണേലും പ്രചരിപ്പിക്കും, എന്ത് നുണക്കം വേണേലും പ്രചരിപ്പിക്കും, എന്ത് രാഷ്ട്രീയ തന്ത്രം വേണേലും പ്രചരിക്കും. ഒരു എത്തിക്സും ഇല്ല, ഒരു ധാർമ്മികതയും ഇല്ല, ഒന്നുമില്ലാത്ത ഒന്ന് സംഘപരിവാരം. അപ്പോൾ സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ വന്ന് അതിൽ പിന്നെ തൂങ്ങി നിൽക്കുകയാണോ CPM-ഉം? അല്ല, ഒരിക്കലുമല്ല. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയപ്പോൾ അത് പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞതിന് CPM ഓൺ ചെയ്തില്ലല്ലോ. സംഘപരിവാറിന്റെ ആ വാദത്തെ ഭയന്ന്, അതിൽ നഷ്ടപ്പെടുന്ന വോട്ടുകളെ ഭയന്ന് നിങ്ങളത് മാറ്റി നിർത്തുമ്പോഴല്ലേ CPM അത് ചോദ്യം ചെയ്യുന്നത്? അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അതാ CPM മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷവാദികളും അത് ചോദിക്കുന്നതാണ്. എന്തിന് മുസ്ലിം ലീഗിന്റെ കൊടി അങ്ങനെ ഒഴിവാക്കുന്നു എന്ന്? അക്ഷിത, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയമല്ല സംഘപരിവാരം മുന്നോട്ട് കാണുന്ന അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരളത്തിലെ 20 സീറ്റുകൾക്കപ്പുറം അവര് ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഏത് മാർഗം ഉപയോഗിച്ചും എന്തും ഉപയോഗിച്ചും ഒരു വർഗീയ ധ്രുവീകരണമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരെന്തും ഉപയോഗിക്കും. കോൺഗ്രസ് ഇപ്പം പതാക ഉപയോഗിച്ചാലും ശരി, പതാക ഉപയോഗിച്ചില്ലെങ്കിലും ശരി, മനഃപൂർവ്വ ബോധവും അല്ലാതെ എന്ത് ചെയ്താലും ശരി, അത് അവർ ചെയ്യാനുള്ള പൊളിറ്റിക്സ് അവർ ചെയ്യും. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത്, എനിക്ക് ഇതത്ര വലിയൊരു ഞാനൊരു കാര്യം കൃത്യമായിട്ട് ചോദിക്കട്ടെ. CPM ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ, CPM അവകാശപ്പെടുന്ന ഒരു മതേതര പാർട്ടിയാണ്, ഞാനും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്നു. CPM ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ നിങ്ങൾ സംഘപരിവാറിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന BJP മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെയാണ് ഡൽഹിയിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെ അതായത് വളരെ ബഹുമാനത്തോടെ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ന് ഈ പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഇന്നത്തെ പ്രസ്താവന ആർക്ക് ആണ് അത് വളം വെച്ചു കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ 2-3 ദേശീയ ചാനൽ, ന്യൂസ് 9 ഉൾപ്പെടെ, ടൈംസ് 9 ഉൾപ്പെടെയുള്ള ചർച്ചകൾ അതിപ്പോൾ ആർക്കാണ് വളം വെച്ച് കൊടുക്കാനാവുന്നത് എന്ന് റോണി കെ ബേബി വളരെ നിഷ്കളങ്കമായി പിണറായി വിജയനെതിരെ ചോദിക്കുന്നു. സംഘപരിവാറിനെ പേടിച്ച് ആ പച്ച നിറത്തിലുള്ള കൊടി നിങ്ങൾ ഒഴിവാക്കുമ്പോൾ അത് ആർക്കാണ് വളം വെച്ച് കൊടുക്കുന്നത്? ഇവിടെ താങ്കൾ പറയുന്നുണ്ട് പച്ച നിറം ഉൾപ്പെടെ ഉയർത്തി BJP ഉത്തരേന്ത്യയിലടക്കം ഒരു വർഗീയ പൊളിറ്റിക്സ് കളിക്കും എന്ന്. അതിനെ നിങ്ങൾ ഭയക്കുന്നു. അങ്ങനെ ഒരു ആയുധം അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ നിങ്ങൾ അത് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇസ്ലാമോഫോബിക് ആയി മാറുകയാണ് റോണി കെ ബേബി. അതിന്റെ അപകടം എന്താണ് മനസ്സിലാക്കാത്തത്, തിരിച്ചറിയാത്തത്? ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം, മറ്റുള്ളവരിലേക്ക് കൂടി പോകട്ടെ. നൗഷാദ, റോണി കെ ബേബി പറയുന്നത് BJP ഉയർത്തുന്ന വാദങ്ങളെ അതുപോലെ തന്നെ CPIM ആവർത്തിക്കുന്നു. BJPക്ക് സഹായകരമാകുന്ന രീതിയിൽ കൊടി വിവാദത്തിൽ CPIM ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. CPIM-ന് ആ വിഷയത്തിലുള്ള താല്പര്യം BJPക്ക് ഉള്ളത് തന്നെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ കോൺഗ്രസ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി എടുക്കുന്ന നിലപാട് ആണ് ഇപ്പൊ ഇതിൽ കൂടി പുറത്തു വരുന്നത്. ലീഗിന്റെ പതാക മാറ്റി നിർത്തുന്നു, SDPIയുടെ വോട്ട് വാങ്ങുന്നു. കേരളത്തിൽ പോലും BJPയോടൊപ്പം ചേർന്ന് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണ പങ്കാളിത്തം വഹിക്കുന്നു. നിലപാടില്ലാത്ത ഒരു പാർട്ടിയായി 4 വോട്ടിന് വേണ്ടി ആരുമായും കൂട്ടുചേരുന്ന, ഏത് വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രകടമാക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. വോട്ടിന് വേണ്ടി ഇപ്പൊ പഞ്ചാബിൽ തന്നെ ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചതാരാ? ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചു. ബംഗാളിൽ ഗൂർഖാലാൻഡിനെ പ്രോത്സാഹിപ്പിച്ചു. എന്നും വിഘടനവാദികളെയും, അതുപോലെ ത്രിപുര ഉപജാതി സമിതി, നമ്മുടെ ത്രിപുരയില് അവരുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ളതാരാ? കോൺഗ്രസ് ആണ്. അപ്പൊ 4 വോട്ടിന് വേണ്ടിയിട്ട് രാജ്യത്തെ മതേതരത്വം തകർക്കുന്നവരുമായും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായും കൂട്ടുചേരുന്നതിന് യാതൊരു മടിയുമില്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ഈ സമീപനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അല്ലാതെ ഒരു വയനാട് മണ്ഡലം മാത്രമായിട്ട് കാണേണ്ടതല്ല. ഞാൻ പറഞ്ഞ അവിടെ ബാബറി മസ്ജിദ് തന്നെ 85 അത് തുറന്നു കൊടുത്തതാരാ? ആ 85 അത് തുറന്നു കൊടുത്തു, 92 അത് പൊളിച്ചു. ആ പൊളിച്ചപ്പോ
ദേശീയോദ്ഗ്രഥന സമിതി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടും യാതൊരു നടപടിയും എടുക്കാതിരുന്നതും ആരാണ്? ഈ നിലപാടാണ്, ഈ സമീപനമാണ് ഇന്ന് ഇന്ത്യ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടേ? ഫൈറ്റ് ചെയ്യണ്ടേ? ആ ഫൈറ്റ് ചെയ്യാനുള്ള കോൺഗ്രസിന്റെ വിമുഖതയാണ് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും. ഇപ്പോ CAA വിവാദം, ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിലും വന്നു, ഇന്ന് വരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ നിലപാട് വേണ്ടേ? നിലപാടില്ലാത്ത, എങ്ങനായാലും 10 വോട്ട് കിട്ടാൻ എല്ലാവരുമായും കൂട്ടുകൂടുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമീപകാല സംഭവ വികാസങ്ങൾ നമ്മളെ ശ്രീ നൌഷാദ് നോക്കൂ, പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CAA ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് റോണി കെ ബേബി. അങ്ങനെയാണെങ്കിൽ അത് നല്ലത് തന്നെ. നമ്മളിപ്പോൾ ഈ വയനാട്ടിൽ ഇന്നലെ കണ്ട ഈ രാഹുൽ ഗാന്ധി നമ്മളിതൊന്നും കേട്ടില്ല. ശരി, രാഹുൽ ഗാന്ധി വന്നിറങ്ങുമ്പോൾ കാണുന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കുന്ന വിഷയം, നമ്മളിതിനെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ ഒരു പരാതിയേ ഇല്ല എന്ന് പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടെ ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ പോകാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കെന്ന് ആദ്യം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ CPM ക്ഷണിക്കുമ്പോൾ, ക്ഷണിച്ചു കഴിയുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് വരാനാകില്ല, മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ശരിക്കും ലീഗിനെ മൂക്കുകയറിട്ട് നിർത്തിയിരിക്കുകയാണോ കോൺഗ്രസ്? അതിനപ്പുറം പ്രതികരിക്കാനുള്ള ശേഷി പൂർണ്ണമായും അവസാനിക്കുന്നിടത്ത് മരണമാണ് എന്ന് മുസ്ലിം ലീഗിന് എന്താണ് മനസ്സിലാകാത്തത്? അല്ല, മുസ്ലിം ലീഗ് വന്നു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തം പതാക ഉയർത്തി കാണിക്കാൻ പോലും കഴിയാത്തൊരു ഗതികേടിലേക്ക് ലീഗ് എത്തി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അവർക്ക് വ്യക്തമായ നിലപാടുള്ള പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിൽ അവിടെ കൊടി വേണ്ട, അതിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക്, ഗതികേടിലേക്ക് ലീഗ് മാറി എന്നുള്ളത്. ഇത് രണ്ടും അവരവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്. നിലപാടില്ല, നിലപാടിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുന്നില്ല. നിശ്ചയദാർഢ്യം വേണം, നിലപാട് വേണം. തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മറ്റൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പക്ഷെ തെരഞ്ഞെടുപ്പ് ജയം മാത്രം, അതായത് പറഞ്ഞ 4 വോട്ട് മാത്രം, അധികാരം മാത്രം, അങ്ങനെ പോകാൻ പാടില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞ കേരളത്തിലെ 20 സീറ്റും സംഘപരിവാറാണല്ലോ ഇപ്പോ മുഖ്യ ശത്രു. ആ സംഘപരിവാറിനെതിരെ മത്സരിക്കുന്നതിന് പകരം ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ആരുമായിട്ടാണ്? എന്ത് മെസ്സേജാണ് അതുവഴി സമൂഹത്തിനുണ്ടാകുന്നത്? അവർക്ക് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കൊടി കാണിക്കുമ്പോൾ അങ്ങനെ പറയും എന്ന് അവർ സംഘപരിവാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി പറയില്ലേ, BJPക്കെതിരെ മത്സരിക്കാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല. BJPക്കെതിരെ മത്സരിക്കാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്ന പ്രചരണം നോർത്ത് ഇന്ത്യയിൽ നടത്തത്തില്ലേ? അത് ഗുണകരമാണോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയണം. പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 20 സീറ്റിൽ നിന്നും ഇവിടെ BJP ഒരു സീറ്റിലും ജയിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 20 സീറ്റ് ജയിച്ചു വന്നാലും പാർലമെന്റിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണല്ലോ. കോൺഗ്രസിനെ നമ്പാൻ പറ്റില്ല ഇപ്പോഴത്തെ അനുഭവം വെച്ച്. എന്നാലും ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ അനുഭവങ്ങൾ വെച്ചിട്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ വെച്ചിട്ട് അങ്ങനെ നമ്പാൻ വേണ്ടി കഴിയില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് കേരളത്തിലെ 20 സീറ്റ് സംഘപരിവാറിനെതിരായിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഇവിടെ എന്തിനാണ് അവരുടെ സംഘടനാ സെക്രട്ടറി മത്സരിക്കുന്നത്? അങ്ങനെ വന്നാൽ രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും. രാജിവെച്ചാൽ ഉറപ്പായി BJPക്ക് അവർക്ക് ഭൂരിപക്ഷത്തിന് 4 സീറ്റിന്റെ കുറവാണ്. അതിൽ 25% ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് തുല്യമല്ലേ? ആലപ്പുഴ ജയിക്കാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ മത്സരിക്കുമ്പോൾ ജയിക്കാനായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ജയിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? അത് ജനങ്ങൾ മനസ്സിലാക്കി അവിടെ ജയിക്കാൻ പോകുന്നില്ല. ഈ അപകടം ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ, രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാതെ, സംഘപരിവാറിന് എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകുന്നതിന് പകരം ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഈ തരത്തിൽ ഇവിടെ വന്നിട്ട് കോൺഗ്രസുകാർക്ക് LDFനെതിരെ വർത്തമാനം പറയുക. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്.
ഇതാണ് ഇവരുടെ നിലപാട്. തീർച്ചയായും ഞാൻ ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഇപ്പോൾ ലീഗിന്റെ കൊടി കണ്ടാൽ അത് പ്രശ്നമാക്കി തീർത്ത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു മെഷീനറി സംഘപരിവാറിനുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ ലീഗിന്റെ കൊടി പൂർണ്ണമായും ഒഴിവാക്കുന്നത്. കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവർ പറയുന്ന ന്യായീകരണമൊന്നും സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘപരിവാർ മിഷനറികൾക്ക് സമരസപ്പെടുകയാണോ കോൺഗ്രസ് വേണ്ടത്? അങ്ങനെയാണോ കോൺഗ്രസ് വേണ്ടതെന്നുള്ളത് ആ പാർട്ടി തന്നെ നിശ്ചയിക്കേണ്ട ഒരു കാര്യം മാത്രമല്ലാതായി മാറുന്നത് ലീഗിനും അതിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഇത് പിന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പ്രൊഫസർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, റോണി കെ ബേബി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്യുകയാണെന്ന് താങ്കൾക്ക് തോന്നേണ്ട കാര്യമില്ല പ്രൊഫസർ. ഇത് വിമർശനം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ രൂക്ഷമായ വിമർശനം ഉണ്ടാവും. അത് വിമർശനമായിട്ട് തന്നെ കാണണം. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, തിരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അത് ചോദ്യം ചെയ്യലായിട്ടൊക്കെ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ കേൾക്കുമ്പം പുച്ഛം തോന്നും. ഇതാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇവിടെ എന്താണ് വാസ്തവത്തിൽ നടന്നത് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ഈ കീഴടങ്ങൽ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊന്നും അല്ലെന്നേ. അതാണ് ഏറ്റവും പ്രധാനം. ഈ പിന്നെ ലീഗിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ഖായിദെ മില്ലത്ത് സാഹിബ്, അദ്ദേഹത്തിന് ആ മഹാനായ വ്യക്തിക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. അവസാനം എവിടെയാണ് മത്സരിച്ചതെന്നറിയുമോ? ഈ കേരളത്തിൽ നിന്നാണ് ഖായിദെ മില്ലത്ത് സാഹിബ് മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിൽ പോകുന്നത്. അത് ചരിത്രം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ പണ്ഡിറ്റ് നെഹ്റു വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നായിരുന്നു. 67 വരെ അടുപ്പിച്ചില്ല ലീഗിനെ, പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നീട് ഇടതുപക്ഷ മുന്നണിയാണല്ലോ ലീഗിനെ കൂടെ കൂട്ടുന്നത്. അതിനുശേഷമാണ് അസ്പൃശ്യത മാറുന്നത്. ലീഗിനോടുള്ള നിലപാടിൽ തന്നെ രാഷ്ട്രീയമായൊരു അസ്പൃശ്യത കോൺഗ്രസ് മാറ്റിവെക്കുന്നത് അതിനുശേഷമാണ്. എന്നിട്ടും അവിടെ കൊണ്ട് നിർത്തിയില്ല. സി എച്ച് മുഹമ്മദ് കോയ, മാനായ സി എച്ചിന് സ്പീക്കർ പദവി കൊടുക്കണമെങ്കിൽ അതാണ് വിചിത്രവും രസകരവുമായ കാര്യമാണ്. സി എച്ചിന് സ്പീക്കർ പദവി കൊടുക്കണമെങ്കിൽ തൊപ്പി ഊരി വെക്കണം പോലും. എന്തൊരു വിചിത്രവും അസംബന്ധവുമായ നിലപാടാണെന്ന് ഓർക്കണം. അതുവരെ ആവശ്യപ്പെട്ട പാർട്ടിയാണ്, ചെയ്യിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. അതാണ് കോൺഗ്രസിൻ്റെ ലീഗിനോടുള്ള പാരമ്പര്യം. പക്ഷേ വീണടിഞ്ഞ് കിടക്കുകയാണ് ഇത്. പിന്നെ ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ വിഷയം ഉന്നയിക്കുന്നത് നിങ്ങളെ എന്തെങ്കിലും പേടിച്ചിട്ടാണോ? ഇത് പൊതുമണ്ഡലത്തിൽ പറയേണ്ട കാര്യമാണ് സർ. ഇത് ഇപ്പം പറഞ്ഞില്ല പിന്നെ എപ്പോഴാണ് പറയുക? പറയേണ്ട സമയത്താണിത് പറയേണ്ടത്. ശരിയായ സമയത്താണിത് പറയുന്നത്. നിങ്ങൾ SDPI നിങ്ങൾക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചു 2 ദിവസം മുമ്പ്. ഇന്ന് പക്ഷേ ആലോചിച്ചിട്ട് പറയുകയാണ്. ആര്? KPCC ആക്ടിംഗ് പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടെ പത്രസമ്മേളനം നടത്തിയത് എല്ലാവരും കണ്ടില്ലേ? എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് സംഘടന എന്നുള്ള നിലയിൽ അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. എന്തൊരു നിലപാടാണിത്? ഇതേ നിലപാടല്ലേ ജനുവരി 22-ന് UP അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്? സംഘടന എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുക്കില്ല, പക്ഷേ വ്യക്തികളെന്നുള്ള നിലയിൽ ഏത് കോൺഗ്രസ്സുകാരൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ല. ഈ VD സതീശൻ്റെ ഇന്ന് പറഞ്ഞ നിലപാടിൻ്റെ വലിയ എക്സ്റ്റൻഷനാണല്ലോ ജനുവരി 22-ന് അവിടെ പ്രഖ്യാപിച്ചത്. 22-നല്ല 20-ന് പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ. ഇതാണോ ഒരു പാർട്ടിയുടെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ, രാജ്യം സന്നിഗ്ധാവസ്ഥ നേരിടുന്ന ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു നിലപാടതാണ്? ഇതാണ് ചോദ്യം. അതിനെ സംബന്ധിച്ചാണ് വിമർശനം. ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ദേ കണ്ടോ ഞങ്ങളെ ഇങ്ങനെ ക്രൂശിക്കാൻ പറ്റുന്നു, ഞങ്ങളെ മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മറ്റൊരു ഉദാഹരണങ്ങൾ പറയാം. കഴിഞ്ഞ 2019 ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് ഒരാഴ്ച മുമ്പുള്ള മോസ്കുകളിലെ മുസ്ലിം ദേവാലയങ്ങളിലെ ജുമ കഴിഞ്ഞിട്ട് ഇമാമുമാർ
പറയുകയാണ്, വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്, മോദിയുടെ രണ്ടാം വരവ് തടയണം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഭരണം കേന്ദ്രത്തിൽ വരാതിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുകയും അതിനനുസൃതമായി വോട്ടുകൾ രേഖപ്പെടുത്തുകയും വേണം. പറയാതെ പറഞ്ഞത് നേരിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസിന് വോട്ട് ചെയ്യണം, UDFന് വോട്ട് ചെയ്യണം, ഇതാണ് പറഞ്ഞത്. പക്ഷേ വളഞ്ഞാണ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ച് തന്നെയാണല്ലോ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായത് കേരളത്തിൽ. പിന്നീട് എന്താണ് മുസ്ലിം സമുദായം അനുഭവിച്ച ആ ഒറ്റപ്പെടൽ, അത് ഇന്ന് അതിരൂക്ഷമാണ്. അതിനെക്കുറിച്ചൊന്നും എവിടെയും ഒരു മോസ്കിലും ഒരു ജുമായിലും ഒരു ഇമാമും ഒരു മൗലവിയും പറയാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അവർ പരസ്യമായി കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ MP മാർ സ്വീകരിച്ച നിലപാടിനെ, ലീഗ് MP മാർ, കോൺഗ്രസ് MP മാർ സ്വീകരിച്ച നിലപാടിനെ, UDF MP മാർ സ്വീകരിച്ച നിലപാടിനെ കർശനമായും ഏറ്റവും രൂക്ഷമായും വിമർശന വിധേയമാക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആകെ 28% മുസ്ലിങ്ങളാണ് കേരള ജനസംഖ്യയിലുള്ളത്. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 15% മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാരാണ്. ഒരു 0.5%-നും 1%-നും ഇടയിൽ വരും SDPIയുടെ വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം AP വിഭാഗം, സമസ്തയിലെ AP വിഭാഗം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, ചോദ്യം ചോദിക്കലുകൾ ഒക്കെ നടത്തി അവർക്ക് കോൺഗ്രസ്സിലുള്ള, ലീഗിലുള്ള അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണിത്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന SDPIയുടെ വോട്ട് രഹസ്യമായി ഒരു ബാന്ധവത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 8 ഡിവിഷനുകളിൽ 8 ജില്ലകളിൽ 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയിപ്പിക്കാം എന്നൊരു കരാറുണ്ടത്രേ. ആരുമായിട്ട്? UDF നേതൃത്വവും SDPI നേതൃത്വവുമായിട്ട്. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഇനി വരുന്ന ആളുകളിൽ പറയേണ്ടവർ പറയട്ടെ. ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അടുത്ത വേറൊരു ചർച്ച ഞാൻ പറഞ്ഞോളാം. അതുണ്ട്. അതൊക്കെയാണ് തകർന്നു പോയത്. അപ്പോഴും പറയുന്ന ഇതാണ്, പാർട്ടി എന്നുള്ള നിലയിൽ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് വോട്ട് ചെയ്യാം. അങ്ങനെയാണല്ലോ സാർ വോട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും CPMൻ്റെ രാഷ്ട്രീയ വോട്ടെന്ന് പറഞ്ഞാണ് ഏതെങ്കിലും വ്യക്തി അവിടെ ചെന്ന് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ എങ്ങനെയാണോ, ലീഗിൻ്റെ എങ്ങനെയാണോ, BJPയുടെ എങ്ങനെയാണോ, SDPIയുടെ എങ്ങനെയാണോ? അല്ല, വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ. പിന്നെന്താണ് ഈ നിലപാടിൻ്റെ അർത്ഥം? നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, പക്ഷേ പരസ്യമായി നിങ്ങൾ ഞങ്ങളെ ഇങ്ങനൊരു വിഷമമുഹൂർത്തത്തിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു കാല് പിന്നോട്ടെടുക്കുന്നു. തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കണം. ഇത് തന്നെയാണല്ലോ SDPIക്ക് കൊടുക്കുന്ന മെസ്സേജ്. തീർച്ചയായും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. റോണി കെ ബേബി, അത് മറ്റൊരു വിഷയമാണ്. നോക്കൂ, SDPI പിന്തുണ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു എന്നാണ് ഇന്നലെ K. സുധാകരൻ പറഞ്ഞത്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തി VD സതീശൻ പറയുന്നു, വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ ഈ വ്യക്തിപരമായ വോട്ടുകൾ സ്വീകരിക്കുമെന്ന്. അപ്പോൾ SDPI പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നു. അത്തരം വിവാദങ്ങളാണോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് വിഷമിച്ചെങ്കിലും കോൺഗ്രസിനെ എത്താൻ പ്രേരിപ്പിച്ചത്? ഒരിക്കലുമല്ല. കാരണം ഇപ്പോൾ ഇവിടെ പല വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എങ്കിലും ഞാൻ ആദ്യം ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വന്നുള്ളാം. കാരണം SDPIയുടെ പ്രഖ്യാപനം വന്നിട്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 48 മണിക്കൂർ തികയുന്നു. ഒരു 2 ദിവസം പിന്നിടുന്നു. ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ, അല്ലെ ഒരു മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് എടുത്തുചാടി ഒരു മറുപടി പറയുവാനല്ല ഏത് വിഷയത്തിലാണെങ്കിലും. ഒരു സ്വാഭാവികമായി ഒരു 2 ദിവസം എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ദീർഘമേറിയ ഒരു കാലയളവാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് 2 ദിവസം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘമേറിയ ഒരു സമയമേ അല്ല. പക്ഷേ റോണി കെ ബേബി, ഇവിടെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് SDPI ആണ്. SDPI ഒരു വർഗീയ കക്ഷിയാണ് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അപ്പോൾ SDPI 2 ദിവസം മുൻപ് നിങ്ങൾക്ക് വർഗീയ കക്ഷി ആയിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് പോലൊരു മതനിരപേക്ഷ കക്ഷിക്ക് ഉണ്ടെങ്കിൽ അതാദ്യമേ പ്രഖ്യാപിക്കാവുന്നതല്ലേ ഉള്ളൂ. ചുരുങ്ങിയ പക്ഷം നേതാക്കൾക്കെങ്കിലും അത് പറയാമല്ലോ. ഇവിടെ എല്ലാവരും ഇന്നിപ്പോൾ VD സതീശന്റെ പത്രസമ്മേളനത്തിന് ശേഷം കൊല്ലത്ത് പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് വോട്ട് കിട്ടിയാൽ സ്വീകരിക്കുമെന്ന്, K. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? SDPI എടുത്തിരിക്കുന്ന നിലപാടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. SDPIയുടെ പല നിലപാടുകളോടും ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ, മതേതര പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ദേശീയ തലത്തിലും ഒക്കെ ചർച്ചകൾ നടത്തി ഞങ്ങളൊരു കൃത്യമായ ഒരു നിലപാടെടുത്തല്ലോ. ഞങ്ങൾ എടുത്തൊരു നിലപാടിനെ അംഗീകരിക്കുക. ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ
അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ നിലപാട്, ആ ഒരു ആർജവത്വം അത് അംഗീകരിക്കുന്നതിന് പകരം ഞങ്ങൾ എന്തുകൊണ്ട് 2 ദിവസം വൈകി, ഞങ്ങൾ എന്തുകൊണ്ട് 48 മണിക്കൂർ വൈകി? കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിശബ്ദമാകാതിരുന്ന പിന്നെ പ്രതികരിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതെന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയത. ഞങ്ങൾക്ക് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്നവരുടെയും പിന്തുണ വേണ്ട, ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്നവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള 97 കോടി പൗരന്മാര് അല്ല വോട്ടർമാരുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് ഇഷ്ടമാണ് സ്വീകരിക്കാം. ഒരു സംഘടനയുടെ നിലപാട് ഞങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ രാജ്യത്തുള്ള വോട്ടർമാർ അവരാണ് തീരുമാനിക്കുന്നത്. അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്ത് വോട്ടവകാശമുള്ള വോട്ടർമാർക്ക് ഇപ്പോൾ CPM-കാരന് വോട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ CPM-ന്റെ അടിയുറച്ച വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ CPM-ന്റെ സഖാക്കന്മാരുടെ ആരുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് നിലപാടെടുക്കാൻ കഴിയും. കാരണം ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾ നമ്മൾ സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതൊക്കെയാലും ഈ ഇത്ര ആവേശത്തോടു കൂടി ഈ SDPI ബന്ധം വീണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു രാഷ്ട്രീയത്തെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ CPM-ഉം BJP-യും ഇവിടെ വരും ദിവസങ്ങളിലൊക്കെ വലിയ പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ വർഗീയവാദികളുടെ എന്ന് പറയുന്ന സംഘടനകളുടെയൊക്കെ നിലപാട് അല്ലെങ്കിൽ അവരുടെയൊക്കെ വോട്ട് ചോദിക്കാൻ വേണ്ടി തന്നെ വളരെ കൃത്യമായി തന്നെ ഈ SDPI അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ 2 ദിവസമുണ്ടല്ലോ, ഒരു മിനിറ്റ് പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ താങ്കൾ പറഞ്ഞ 2 ദിവസം അത് SDPIയുടെ വോട്ട് വേണോ എന്ന് ചർച്ച ചെയ്യാനെടുത്ത 2 ദിവസമാണോ, അതോ SDPI ഒരു വർഗീയ കക്ഷിയാണോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനെടുത്ത 2 ദിവസമാണോ? ഞാൻ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ തന്നെ SDPIയുടെ നേതൃത്വം പത്രസമ്മേളനം വിളിച്ച് UDF-നെ പിന്തുണയ്ക്കും. UDF-നെ പിന്തുണയ്ക്കാനുള്ള കാരണങ്ങൾ അവർ പറഞ്ഞു. അത് നമുക്കിവിടെ ചർച്ച ആ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് UDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത്? ആ പ്രസ്താവന വന്ന ഉടനെ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഒരു SDPIയുടെ നേതാവിന്റെ അടുത്ത് ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. ജയേന്ദ്ര മാഷ് പറയട്ടെ. ഇവിടെ ജയേന്ദ്ര മാഷ് പറഞ്ഞു 7-8 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലൊക്കെ ജയിപ്പിക്കുന്ന ധാരണ ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ SDPIയുടെ പ്രസ്താവന വന്ന 5 മിനിറ്റാകും തന്നെ ഞങ്ങൾ പ്രസ്താവന വന്നു. ഞങ്ങൾ ഒരു SDPIയുടെ നേതാവുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതിന്റെ അകത്ത് ഞങ്ങൾ കൃത്യമായിട്ടുണ്ട്. പിന്നെ കാരണം ഇന്നത്തെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സംഘപരിവാരമാണ്, RSS ആണ്. RSS നിയന്ത്രിക്കുന്ന BJP-യുടെ ഭരണകൂടമാണ്. അവരെ അട്ടിമറിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വോട്ട് ഇവരുടെ പിന്തുണ മേടിക്കണമോ വേണ്ടയോ? സ്വാഭാവികമായിട്ടും. കാരണം ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റികളും കേരളത്തിൽ പോളിറ്റ് ബ്യൂറോയും കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. CPM-നെ പോലെ പാർട്ടിയല്ല. ഞങ്ങളുടെ ദേശീയ നേതൃത്വമായും ഞങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ നേതൃത്വവും ഒക്കെ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ തുടർച്ചയായി നടത്തുന്ന ചില പ്രചരണങ്ങളുണ്ട്. വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഏത് വിഷയത്തിലാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാത്തത്? ഇവിടെ രാമജന്മഭൂമിയുടെ വിഷയത്തിൽ. കാരണം നിരീശ്വരവാദം പുറത്തു പറയുകയും അകത്ത് എല്ലാ തരത്തിലുള്ള മതവർഗീയ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന CPM-ന്റെ നിലപാടല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ നിരീശ്വരവാദമല്ല പറയുന്നത്. കോൺഗ്രസിൽ മതവിശ്വാസമുള്ളവരുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP നടത്തുന്ന രാഷ്ട്രീയ നാടകത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഇനി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മധ്യപ്രദേശിൽ നിന്ന് കല്ലയച്ചു കൊടുത്തു. അത് പാർട്ടി തീരുമാനമല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഘടകം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ പാർട്ടിയുടെ നിലപാട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് BJP സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് രാമക്ഷേത്രത്തിന്റെ ചടങ്ങ്. അതിൽ ഞങ്ങൾ പാർട്ടി പോകേണ്ട നേതാക്കൾക്ക് പോകണമെങ്കിൽ പോകട്ടെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പോകുമ്പോൾ സോണിയ എന്ന വ്യക്തി, രാഹുൽ എന്ന വ്യക്തി എന്ന് ചിത്രീകരിക്കപ്പെടുമോ, അതോ കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുമോ? അതാണല്ലോ ചോദ്യം. അതാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. നൗഷാദ്, ഇവിടെ ഇപ്പോൾ SDPIയുമായുള്ള വിഷയത്തെ പറ്റി പറയുമ്പോൾ വൈകിയാണെങ്കിലും കോൺഗ്രസ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ, ധീരമായ നിലപാട്. അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് റോണി കെ ബേബി പറയുന്നത്. അല്ല, ഈ റോണി കെ നിലപാട് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം, ഒരു ധാരണ ഉണ്ടാകാതെ ഇങ്ങനൊരു പ്രഖ്യാപനം വരും എന്ന്
അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. റോണിക്ക് എത്ര ന്യായീകരിച്ചാലും ഇതെങ്ങനെയാണ് വന്നത് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പിന്നെ അവർ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ദിവസങ്ങൾ വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാമക്ഷേത്ര ഉദ്ഘാടന പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, ആ ചടങ്ങിന് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ച ആ ക്ഷണം ലഭിച്ച ആ നിമിഷം തന്നെ അതിനെ നിരസിക്കാൻ ആർജവം കാണിച്ചു. അതാണ് നിലപാട്, രാഷ്ട്രീയ നിലപാടാണ് റോണിയത്. നിങ്ങൾക്ക് എത്രത്തോളം ചർച്ച നടത്തേണ്ടി വന്നു, എന്നിട്ട് എത്രാം തീയതിയാ പറഞ്ഞത്, എന്നിട്ട് അതിൽ വ്യക്തിപരമായ ആർക്കും പോകാം എന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ അവിടെ ശ്രീ കമൽനാഥ് ഉൾപ്പെടെ അവിടെ സംഭാവന നൽകിയത്, അതും ഏതാണ്, നമ്മുടെ സ്വർണ്ണമല്ലല്ലോ, വെള്ളി ഇഷ്ടിക സംഭാവന നൽകി. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തികളായി മാറും. അതാണ് ഇപ്പൊ നേരത്തെ ചോദിച്ച സോണിയാഗാന്ധി എന്ന വ്യക്തി, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി. അങ്ങനാണോ റോണി? ഇവിടെ വോട്ടാര് എന്നാലും സ്വീകരിക്കും എന്ന് പറയുക, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ? കമൽനാഥ് വെള്ളി അയച്ചു കൊടുത്തിട്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. എം നൗഷാദ്, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, എന്നിട്ട് അവിടെ പ്രസംഗിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ അവകാശം BJPക്കല്ല, ശ്രീ രാജീവ് ഗാന്ധിക്കാണ് എന്ന് പ്രസംഗിച്ചപ്പോ അതിനെതിരെ കോൺഗ്രസ് വല്ലതും പ്രതികരിച്ചോ? മിണ്ടിയോ? ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് രാഷ്ട്രീയ നിലപാടില്ലാത്ത പാർട്ടിയായി മാറി. ഞാൻ അത് വിഗ്രഹം കണ്ടെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് സരയൂ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കാൻ പറഞ്ഞ നെഹ്റുവിന്റെ ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോ ലീഗിന്റെ കൊടി മാറ്റാൻ സ്വന്തം കൊടിയും ഉപേക്ഷിക്കുന്ന, കോൺഗ്രസിന്റെ കൊടി ഉൾപ്പെടെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നു. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് പ്രവർത്തകനായ ശ്രീ പ്രൊഫസർ മനസ്സിലാക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഏതെല്ലാം തരത്തിലാണ് ഇവിടെ ലീഗ് വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടിരിക്കുക. കാരണം പോകാൻ ഒരു സ്ഥലമില്ലാതെ അനാഥമായി നിൽക്കുന്നു. എല്ലാ അവഗണനയും സഹിച്ച് അവർ നിൽക്കുകയാണ്. 3-ാം സീറ്റ് ചോദിച്ചു, കൊടുത്തില്ല. നേരത്തെ ഇപ്പൊ ഇവിടെ ജയചന്ദ്രൻ മാഷ് സൂചിപ്പിച്ചതുപോലെ തൊപ്പി ഊരിയിട്ടാണ് കയറ്റിയത്. എന്നു മുതലാണ് ലീഗിനെ അവർ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ നമുക്കറിയാം. കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ ലീഗ് എന്നുള്ളത് കോൺഗ്രസിന് എന്നും താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഏത് വർഗീയതയുമായും വിട്ടുവീഴ്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. അതിന്റെ ഭാഗമായി ആ വർഗീയത ശക്തിപ്പെട്ട് കോൺഗ്രസിനെ തന്നെ തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞ നമ്മളെല്ലാം അങ്ങ് വിട്ടുപോകുന്നു, മറന്നു പോകുന്നു. ഞാൻ പറഞ്ഞ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നടന്ന, ഞാൻ പറഞ്ഞ ആ നാട്ടിൽ അവിടെ നടന്ന വംശഹത്യ, ആ വംശഹത്യക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് അനങ്ങാപ്പാറ നയ അല്ലേ അന്ന് സ്വീകരിച്ചത്? അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. എടുക്കേണ്ട നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് എടുക്കാതെ ഭരണപരമായി എടുക്കേണ്ട നിലപാടുകൾ. ബാബറി മസ്ജിദ് പൊളിച്ച കേസിലാണെങ്കിലോ അത് മിണ്ടാതിരിക്കുകയല്ലായിരുന്നു. ഒരു ദിവസം മുഴുവൻ പ്രധാനമന്ത്രി മൗനത്തിലായിരുന്നു. പൂജാമുറി കയറി കതവ് അടച്ചിരുന്നു. ദേശീയോദ്ഗ്രഥന സമിതി BJP ഒഴികെയുള്ള മുഴുവൻ പാർട്ടികളും എന്ത് നടപടി സ്വീകരിക്കാനും അനുവാദം കൊടുത്തിട്ടും യാതൊന്നും ചെയ്യാതിരുന്നില്ലേ. ഈ നിലപാടുകളാണ് കോൺഗ്രസിന്റെ, ഈ നിലപാടുകളാണ് സംഘപരിവാറിനെ ശക്തിപ്പെടുത്തി അവർക്ക് ലഭിച്ച സംഘപരിവാറിന് സാങ്കേതികമായി എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിലെ വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം ആൾക്കാരുടെയും പിന്തുണയില്ല. നമുക്കറിയാമല്ലോ അവരുടെ വോട്ട് ഷെയർ എത്രയാണ്. മൊത്ത വോട്ടർമാരുടെ ഷെയർ നോക്കിയാൽ വളരെ തുച്ഛം. വോട്ട് ചെയ്തവരിൽ തന്നെ 1/3 മാത്രമാണ് അവർക്ക് ലഭിച്ചത്. പക്ഷെ ആ ലഭിച്ച അധികാരം ദുർവിനിയോഗം, ആ അധികാരം അവർ വിനിയോഗിക്കുന്നത് കണ്ടില്ലേ. അതിനെതിരായി പ്രതികരിക്കാൻ പോലും ശക്തമായ പ്രതികരണത്തിന് അവർ ആദ്യം തയ്യാറായില്ല. ഇപ്പോ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കെജ്രിവാളിന് എതിരായിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അതിന് തയ്യാറായി എങ്കിൽ പോലും തുടക്കം മുതലേ
അതിനെതിരായ നിലപാട് BJPക്കും സംഘപരിവാറിനും എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഇവർ തയ്യാറാകാതിരുന്നതിന്റെ പരിണത ഫലം തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത് കേരളത്തിലെ ഇവരുടെ മത്സരങ്ങൾ തന്നെ. കേരളത്തിലെ ഇടതുപക്ഷ സംഘപരിവാറിനെതിരായിട്ടുള്ള മതേതര മനസ്സുള്ള ഒരു ജനതയാണ്. അവിടെയും SDPI പോലുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വാങ്ങി വീണ്ടും വർഗീയമായ ചേരിതിരിവിന് കാരണമാകുന്ന തരത്തിലേക്കുള്ള നീക്കം നടത്തുന്നത് കോൺഗ്രസിന് ഗുണകരമാണോ? അത് കോൺഗ്രസ് ആണ് പറയേണ്ടത്. അവിടെ സൂചിപ്പിച്ച ഇതാണ്, ലീഗിന്റെ ഈ അഴകുഴമ്പൻ നിലപാടുകൾ കാരണം ലീഗ് രാഷ്ട്രീയമായി ക്ഷയിച്ചു. അത് കോമ്പൻസേറ്റ് ചെയ്യണം. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇത്. കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്നതാണ്. അത് ഒരിക്കലും കോൺഗ്രസിന് ചേർന്ന പണിയേ അല്ല. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ തരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വർഗീയ പാർട്ടിയിലേക്ക് യാതൊരു മടിയുമില്ലാതെ കടന്നു കയറുന്നത്. തീർച്ചയായും വളരെ ഈസിയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കോൺഗ്രസ്, ഉണരുമ്പോൾ BJP. അതെ, അതാണ് വർത്തമാനകാല ഇന്ത്യ രാഷ്ട്രീയ സാഹചര്യം. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ അവസാനം SDPI ഉൾപ്പെടെയുള്ള എല്ലാ വിഷയത്തിലും കോൺഗ്രസിന്റെ നിലപാട് എന്ത് ആ വിഷയത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് ആദ്യ ദിവസങ്ങളിലൊന്നും നിലപാടുണ്ടാകാറില്ല. അങ്ങേക്കതറിയാം. ഇപ്പോൾ അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ നിലപാടില്ലായ്മയാണ് പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചകൾ ദിവസങ്ങളോളം. അവസാനം എല്ലാ തരത്തിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നൊരു തീരുമാനം തോന്നിക്കത്തക്ക തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും കോൺഗ്രസ്. ഇവിടെയും ഇപ്പോൾ അതാണ് ഉണ്ടായത്. അതിനുശേഷം നൽകുന്ന ന്യായീകരണം CPIM പോലെ കേരളത്തിലെ സാഹചര്യം മാത്രം നോക്കി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കക്ഷിയല്ല കോൺഗ്രസ് എന്നുള്ളതാണ്. എത്രമാത്രം യുക്തിഭദ്രമാണ് ആ വാദം? ഇപ്പോൾ ഇദ്ദേഹവും കോൺഗ്രസ് പ്രതിനിധിയായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ റോണിയും പറഞ്ഞത് തന്നെയാണല്ലോ. അതിൻ്റെ നിരർത്ഥകത അദ്ദേഹത്തിന് തന്നെ എളുപ്പം ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ ദേശീയ പാർട്ടിയാണ്, CPM പോലുള്ളതല്ല, അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ആലോചിക്കണം. അതാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. ഇത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആപൽക്കരമാണ് എന്നുള്ള നിലപാട് പറയാനായി UDF യോഗം ചേർന്നു. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിന്, കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റിന്. അതാണോ അതാണോ രാഷ്ട്രീയ നിലപാട്? ഈ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ UDFൻ്റെ നിലപാടല്ലല്ലോ, കോൺഗ്രസിൻ്റെ നിലപാടാണ് അറിയേണ്ടത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതാണ് UDFൻ്റെ നിലപാട്, ഞങ്ങൾ ഇന്നലെയാണ് കണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്താണിത്? ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നാടിന് ആപൽക്കരമാണ് എന്ന് പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടതുപോലെ അദ്ദേഹമൊന്നുമല്ല കേട്ടോ. കോൺഗ്രസ് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, സമുന്നതനായ ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് 1984 അദ്ദേഹം പറയുന്നു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നാടിന് ആപൽക്കരമാണ്. DYFയുടെ 2ാം അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോഴാണ് വിഖ്യാതമായ ഈ വ്യാഖ്യാനം അദ്ദേഹം നടത്തുന്നത്. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞു? കോൺഗ്രസ് അന്നോ പിന്നീടോ ഏതെങ്കിലും കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്ന് പറയാമോ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഘടകം ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആപൽക്കരമാണ് എന്ന് വർക്കിംഗ് കമ്മിറ്റി തീരുമാനമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഡേറ്റ് ഒന്നും വേണ്ട, വർഷമെങ്കിലും പറഞ്ഞാൽ മതി. പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. കോൺഗ്രസ് അങ്ങനെ നിലപാടില്ല. കാരണം വർഗീയതയെ നിഷേധിച്ചുകൊണ്ടോ നിരാകരിച്ചുകൊണ്ടോ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ആ പാർട്ടി എന്നേ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠിതമായേനെ. അതല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെ എത്രയോ പേരുണ്ട്. മൃദുഹിന്ദുത്വത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർത്തത്, ഈ കേരളത്തിലെ നമ്മൾ ഈ മുസ്ലിം പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സുമായി വളരെ കാലികമായും ഗഹനമായും ഒക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്ന എൻ്റെ ഒരു
പത്രപ്രവർത്തക സുഹൃത്തുണ്ട്, PS റംഷാദ് എന്ന് പറയും. ഇപ്പോൾ സമകാലിക മലയാളം വാരികയിലാണ്. അദ്ദേഹം കഴിഞ്ഞ 2019 ഇലക്ഷനെ വിലയിരുത്തിക്കൊണ്ട്, മുസ്ലിം പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഞാനതാ പെട്ടെന്ന് ഓർത്തുപോയത്. അതിൽ എത്ര ഈ ആവേശകരമായിട്ടാണ് കേരളത്തിലെ മുസ്ലിം പോപ്പുലി എന്ന് പറയാവുന്ന മുസ്ലിം ജനസാമാന്യം ഈ കോൺഗ്രസിനെ UDFനെ ആവേശത്തോടെ ഉൾക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റിയത്. എന്നിട്ട് എന്താണ് കേന്ദ്രത്തിലൊന്നും ഉണ്ടായില്ല, പോട്ടെ, ഈ കേരളത്തിന് വേണ്ടി ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ BJPയുടെ യൂണിയൻ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിനെതിരെ ചെയ്യുന്ന നടപടികൾക്കെതിരെ ഒരു 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 ഞരക്കമെങ്കിലും പുറപ്പെടുവിക്കാൻ ഇവിടുന്ന് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പേരിൽ പാസ്സായ MPമാരിൽ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? CAA പ്രശ്നം വന്നപ്പോൾ NIAയുടെ കരിനിയമത്തിൻ്റെ പേരിൽ, അത് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണല്ലോ, NIAയെ സംബന്ധിച്ച് അതിനെ എതിർത്ത് ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമാണെന്ന് അമിത്ഷാ വിരട്ടിയപ്പോൾ മൂലയ്ക്ക് പോയി പതുങ്ങിയിരുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് MPമാർ. അന്നാണ് ആലപ്പുഴയിലെ ആരിഫ് MP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെതിരെ വോട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത് വസ്തുതയല്ലേ, സത്യമല്ലേ, അല്ലേ? അപ്പോൾ അത് പറയുമ്പോൾ അതിന് ഈ അമിത്ഷായുടെ വിരട്ടിൽ നിങ്ങൾ വീണുപോയി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇപ്പോൾ വിമുഖത കാണിച്ചിട്ട് കാര്യമില്ല. കേരളം അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ആ അനുഭവമാണ് കേരളത്തിന് മുമ്പിലുള്ളത്. അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഈ ഇലക്ഷനിൽ താരതമ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായങ്ങളുള്ളവർ, ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുള്ളവർ ഒരേപോലെ UDFനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് LDFനൊപ്പം അണിനിരക്കുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയമല്ല. കഴിഞ്ഞ തവണ 2019 മാത്രം സംഭവിച്ച ഒരു പ്രാതിഭാസിക രാഷ്ട്രീയം, ഒരു പ്രതിഭാസം പോലെ സംഭവിച്ചൊരു രാഷ്ട്രീയം ആയിരുന്നു 2019. പക്ഷേ ആ പ്രതിഭാസം ഇല്ല, അത് അന്ന് അവസാനിച്ചു. അതിനെ ആവർത്തിക്കുമെന്ന് വ്യാമോഹിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് നിലപാട്. ആ നിലപാടാണ് ജനങ്ങൾ മാറ്റുരച്ച് നോക്കുന്നത്. ആ മാറ്റുരയ്ക്കുമ്പോൾ LDFൻ്റെ നിലപാടിനോടാണോ UDFൻ്റെ നിലപാടിനോടാണോ മാറ്റുരയ്ക്കപ്പെടുക എന്നത് മാത്രമേ ഉള്ളൂ തെളിയിക്കപ്പെടാനുള്ളത്. അത് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. LDFൻ്റെ നിലപാടിലോടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവാലവൃദ്ധം ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങൾ അതിനോടാണ് യോജിച്ചു നിൽക്കുന്നതും താതാത്മ്യപ്പെട്ടിരിക്കുന്നതും എന്നുള്ളത്. അവിടെയാണ് ഈ പുതിയ പ്രശ്നങ്ങൾ, കൊടിയില്ലായ്മയുടെ പ്രശ്നം വരുന്നത്. അതേസമയം കോൺഗ്രസ് ഇന്നലെ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ആ പരിപാടിക്ക്, പ്രചാരണ പരിപാടിക്ക് നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴേക്ക് തലയിൽ ഖദർ തൊപ്പി ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക്, ഇല്ലേ? ഖദർ തൊപ്പി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാവപ്പെട്ട ലീഗുകാർക്ക് പച്ചത്തൊപ്പിയെങ്കിലും അനുവദിച്ചു കൂടായിരുന്നോ കോൺഗ്രസ് നിങ്ങൾക്ക്? അതെന്താ ചെയ്യാതിരുന്നത്? ത്രിവർണ്ണ പതാകയുടെ നിറത്തിലുള്ള ഗാന്ധി തൊപ്പി കോൺഗ്രസ്സുകാർക്ക് തലയിൽ വെക്കാം, ലീഗുകാരന് അതും പാടില്ലത്രേ. എന്താണ് കാരണം? കോൺഗ്രസുകാർ ത്രിവർണ്ണ നിറത്തിലുള്ള തൊപ്പി എടുക്കാൻ ഓർത്തു, ലീഗുകാർ മറന്നുപോയി, അങ്ങനെയാണോ? ഒന്നുമല്ല. അല്ല, ഒരു മിനിറ്റ് അസിത, അല്ല, 2019 അമിത്ഷാ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി മത്സരിച്ചിട്ട് പാകിസ്ഥാൻ്റെ കൊടി കൂട്ടിക്കെട്ടിയാണത്രേ അവിടെ മത്സരിക്കുന്നത്. ഇതാണ് വരണ്ടു പോയത് കോൺഗ്രസ്സുകാർ. ഇങ്ങനെ അമിത്ഷാ പറഞ്ഞാൽ വരാനുള്ളതേ ഉള്ളോ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? അതത്ര അന്തസ്സാരശൂന്യമായ ഉള്ളുപൊള്ളയായ ഒരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് ഈ കോൺഗ്രസ് വയനാട്ടിൽ സ്വന്തം ദേശീയ നേതാവിനെ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാതലായ വിമർശനം. ആ വിമർശനത്തിന് ആണ് മറുപടി വേണ്ടത്. ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഒരു വിമർശനം സംഘപരിവാർ ഉന്നയിച്ചിട്ടുണ്ട്, അത് താങ്കൾക്കും അറിയാം. അപ്പോൾ അവിടെ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ വരുന്നു, അതേ കൊടികൾ ഉപയോഗിക്കുന്നു, മുസ്ലിം ലീഗിന്റെ അണികളെ മുന്നിൽ നിർത്തുന്നു. അത് ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്കും അത് പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷത്തിനും നൽകുമായിരുന്ന അസ്തിത്വം മറ്റൊന്നാകുമായിരുന്നില്ലേ റോണി കെ ബേബി? അക്ഷിത, എനിക്ക് ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു ഞെട്ടൽ തന്നെ ഉണ്ടായെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ജയേന്ദ്രമാഷ് പറയുകയാണ് CAA വിഷയത്തിൽ അമിത്ഷാ പേടിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ MPമാരെല്ലാം പോയി അങ്ങ് മൂലക്കിരുന്നെന്നുള്ളത്. ഈ പറയുന്ന പൗരത്വ ഭേദഗതി വിഷയത്തില് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആ നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്തത് വളരെ വ്യക്തമാണ്. അതിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകൾ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബില്ലിനെ കുറിച്ചാണ് അതിനുശേഷം ആന്റണി പാർലമെന്റിൽ ഒരുപാട് ബില്ലുകൾ വന്നു പോയിട്ടുണ്ടാകാം, ഞങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ?
NIA വിഷയത്തിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞു. എന്താ ഞങ്ങളുടെ സ്റ്റാൻഡ്? കാരണം NIA-യുടെ ആ ഭേദഗതി വിഷയത്തിൽ രാജ്യത്തിന് പുറത്തുള്ള പല വിഷയങ്ങളും അതിൻ്റെ അകത്ത്, കാരണം ഭീകരവാദ ബന്ധവുമായി ബന്ധപ്പെട്ട്, ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ അനുകൂലമായി നിന്നു. ഞങ്ങൾ പ്രതിഷേധം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ. പക്ഷേ രാജ്യത്തിന്റെ താല്പര്യമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ജയേന്ദ്രൻ മാഷെ ക്ലിയർ ചെയ്തു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. CAA അല്ല NIA എന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, വീണ്ടും ജയേന്ദ്രൻ മാഷ് പറഞ്ഞു EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും. അങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും ജയേന്ദ്രൻ മാഷ് അങ്ങോട്ട് പറയേണ്ടി വരും. ഈ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ താത്വികാചാര്യനായിരുന്ന EMSന്റെ നിലപാടുകൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ത്യയിൽ സംഘപരിവാരം പറയുന്നതിന് മുമ്പ് തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി അവിടുത്തെ വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞ സാക്ഷാൽ EMS. 86, 87 ശരീഅത്ത് വിഷയങ്ങളിലൊക്കെ EMSന്റെ നിലപാടുകൾ എന്തായിരുന്നു? EMS അന്ന് മുസ്ലിം ലീഗിനെയൊക്കെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് നെഹ്റു ഒക്കെ മുസ്ലിം ലീഗിനെ പറഞ്ഞ ചില കാര്യങ്ങളുടെ രണ്ട് കാര്യമാണ്. ഈ അയോധ്യയുടെ വിഷയം പലതവണ നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ തന്നെ എന്റെ 2 ചർച്ചയിൽ ആവർത്തിച്ചിട്ടുണ്ട്. അത് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത്. ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട വിഷയം അതാത് ചർച്ചകളിൽ ഇതേ ഞാൻ തന്നെ ഒരുപാട് പേർ അങ്ങനെ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ആ വിഷയം ക്ലിയർ ആക്കിയതുമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ സമയമില്ല, അത് ക്ലിയർ ചെയ്തു പോകാൻ സമയമില്ല. അനാവശ്യ വിഷയം എടുത്തിടേണ്ടതുണ്ടോ? പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. CPM-ന്റെ കേരളത്തിലെ ശത്രു ആരാ? CPM-ന്റെ കേരളത്തിലെ ശത്രു കോൺഗ്രസ് ആണോ BJP ആണോ? ഇന്ന് വരെ ഈ വിഷയത്തിലെ ഒരു നിലപാട് എടുക്കുവാനായിട്ട് കൃത്യമായി ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ ചേർന്ന CPM-ന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ചേർന്നപ്പോൾ അവർ നടത്തിയ പ്രസ്താവനയിൽ പോലും ഇന്ന് ഞാൻ ഒരു ലേഖനം എഴുതി, അതിന്റെ MA ബേബി ഉൾപ്പെടെ അതിനെതിരെ വിമർശനവുമായിട്ട് വന്നതാണ്. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ആരാണ് CPM മുഖ്യ ശത്രു? ഇവിടെ CPM-ന്റെ കൺവീനർ തന്നെയല്ലേ, LDF കൺവീനർ തന്നെയല്ലേ EP ജയരാജൻ BJP-യുടെ നേതാക്കന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, BJP-യുടെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തത്? ഇന്നലെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് BJP-യും കോൺഗ്രസും തമ്മിലാ മത്സരമെന്ന്. അപ്പോൾ അതോ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് BJP-യും കോൺഗ്രസും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരമെന്ന്. കാരണം ഞങ്ങളുടെ ശത്രു ഞങ്ങളുടെ മത്സരം എന്നാ പറഞ്ഞത്, അല്ല നല്ല സ്ഥാനാർത്ഥികളാണെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മതേതര ശക്തികളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് CPM ആഗ്രഹിക്കുന്നത്. താങ്കൾ ചോദിച്ചു CPM-ന്റെ ശത്രു ആരാണെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ശത്രു ആരാണെന്ന് തിരിച്ചു ചോദിക്കട്ടെ. ആദ്യം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്തുമ്പോൾ അതുൾപ്പെടെ ഉത്തരേന്ത്യയിൽ BJP പ്രചാരണ ആയുധമാക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ ചിത്രീകരിക്കുമെന്ന്. ശ്രീ M നൌഷാദ് വളരെ ക്ലിയർ ആയിട്ട് അതിൽ ചോദിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമ്പോൾ തന്നെ സംഘപരിവാറിന് വേണ്ട ഏറ്റവും കൃത്യമായ പ്രചാരണ ആയുധം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞില്ലേ? ഇന്നിപ്പോൾ നോക്കൂ, വയനാട്ടിലെ BJP-യുടെ ഐക്കൺ ആരാണ്? സ്മൃതി ഇറാനിയാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി. എന്നോട് പേടിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് എന്ന് സ്മൃതി ഇറാനി പറയുന്നതിലപ്പുറം എത്ര വലിയ പൊളിറ്റിക്കൽ ആയുധമാണ് നിങ്ങൾക്ക് ഇനി BJP-ക്ക് കൊടുക്കാനുള്ളത്? ആഷിത, കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട്. രാഹുൽ ഗാന്ധിയെ സംഘപരിവാരം വേട്ടയാടിയപ്പോൾ എപ്പോഴെങ്കിലും CPM ശ്രീ രാഹുൽ ഗാന്ധിക്ക് സഹായമായി എത്തിയിട്ടുണ്ടോ? ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ ആരംഭിച്ച് BJP രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ ആദ്യമായിട്ട് വിമർശിച്ചത് CPM ആണ്. ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്. തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയിലെമ്പാട് ഓടി നടന്ന് RSS രേഖകളും രാഹുൽ ഗാന്ധിയുടെ മതേതര നിലപാടിൽ ഒരു CPM-ന്റെ നേതാവും സംശയം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ മതേതരത്വത്തിൽ സംശയം ഉന്നയിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥാനാർത്ഥിത്വം നൽകുന്ന സന്ദേശത്തിലാണ് പ്രശ്നം. പിന്നെ താങ്കൾ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, LDF-ഉം CPM-ഉം ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന്. തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംഘടിപ്പിച്ച സമരത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ റോണി കെ ബേബി, ആരാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിക്കാൻ കാരണം? അത് കോൺഗ്രസ് അല്ലേ? ഇനി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണെന്നും അവിടെ ED-യുടെ ദുരുപയോഗമാണെന്നും കേരളത്തിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരല്ലേ റോണി കെ ബേബി? നിങ്ങൾ അവിടെയാണല്ലോ നിലപാടിന്റെ വൈരുദ്ധ്യം. ശ്രീ M നൌഷാദ്, രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രബലമായ മുഖങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നിങ്ങൾ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് ഈ മുന്നണിയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന വിധമാകില്ലേ? രാഷ്ട്ര, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് തന്നെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സംഘപരിവാറിന് പ്രചരണ ആയുധമാക്കാൻ വേണ്ടി കഴിയും. സ്മൃതി ഇറാനി ഉൾപ്പെടെ അത് പറഞ്ഞും കഴിഞ്ഞു. മറ്റൊന്ന്,
രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ച നിലപാടുള്ള പാർട്ടിയാണ് CPM. ശ്രീ റോണി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തപ്പോ അതിനെതിരായി പ്രതികരിച്ച പാർട്ടിയാണ് CPM. മറന്നു പോകണ്ട, അതിനെതിരായി പ്രതികരിച്ച പാർട്ടിയാണ്. പക്ഷെ നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയാണ്. ഇപ്പൊ SDPIയുടെ പിന്തുണ നിങ്ങൾ വാങ്ങിച്ചു. ഇവിടെ ലീഗിനെയും BJPയെയും ഒരുമിച്ച് ചേർത്ത് നിങ്ങൾ മത്സരിച്ചിട്ടില്ലേ? പഴയ ഓർമ്മയില്ലേ? കോലീബി, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യം, വടകര, ബേപ്പൂർ. കേരളം കണ്ടതല്ലേ? ഇവിടെ ഇത് തുടങ്ങി വെച്ചതാരാ? ഈ തരത്തിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന 4 വോട്ടിന് വേണ്ടി ആ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ മുൻകാലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ അങ്ങനെ ഉള്ള ആ നിലപാടുകളാണ് രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കോൺഗ്രസ് ആ നിലപാടുകൾ തിരുത്തണം എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത്. ആ നിലപാടുകൾ അവർ അനുസൃതം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നവർ ഉൾപ്പെടെ ഇന്ന് BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിന്റെ എണ്ണം പറയണോ? ഒന്നുമില്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പോക്ക് നമ്മൾ പ്രതീക്ഷിച്ചതേയല്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നവർ, എന്തിനേറെ പറയുന്നു, പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയായിരുന്നയാള് ഇപ്പൊ കണ്ണൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയല്ലേ? എന്താണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ? എങ്ങനെ വിശ്വസിക്കും? കോൺഗ്രസിന്റെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ സ്വാഭാവികമായും ഇന്ന് ചെറുതെങ്കിലും സംഘപരിവാറിനെതിരെ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടാൻ കഴിയുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഞാൻ ചോദിക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ടാണല്ലോ ഈ BJPയുടെ പൊയ്മുഖം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്. അതിനെതിരെ കേസ് കൊടുത്ത ഏക പാർട്ടി CPM അല്ലേ? അതിനെതിരെ കേസ് കൊടുത്ത ഏക പാർട്ടി CPM ആണ്. സെൻട്രൽ ഗവൺമെന്റിനെതിരെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയതും ഈ കേരള ഗവൺമെന്റ് അല്ലേ? അത് കേസ് പിൻവലിച്ചാൽ കാശ് തരാം എന്ന് പറഞ്ഞപ്പോ കേസ് പിൻവലിക്കാൻ മനസ്സില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ കേരള ഗവൺമെന്റും CPM അല്ലേ? LDF അല്ലേ? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റ് മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളോടുള്ള നിലപാടുകൾക്കെതിരെ സമരം ചെയ്തത് CPM അല്ലേ? എന്തിന്? നിങ്ങളിപ്പോ കേരളത്തിൽ മാത്രമുള്ള പാർട്ടി എന്ന് റോണി പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി പ്രസംഗിച്ച എന്താ? ഇവിടെ കർഷക സമരത്തിനെ കുറിച്ച് അവർ പറഞ്ഞതെന്താണ്? ഈ കർഷക സമരത്തിന്റെ പിന്നിൽ ഇടതുപക്ഷമാണ്, CPM ആണെന്നാണ് ഈ കൊച്ചു പാർട്ടിയെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചത്. അതിന് സീതാറാം യെച്ചൂരി മറുപടി കൊടുത്തായിരുന്നല്ലോ. ഏത്? ഞങ്ങൾ പിന്നിലല്ല മുന്നിലാണ് എന്നുള്ളത്. ആ തരത്തിൽ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷത്തിന് അംഗസംഖ്യ ഉണ്ടായിരുന്നപ്പോഴാണ് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി നിങ്ങൾ 1ാം UPA ഗവൺമെന്റ് ഭരിച്ചു. നിങ്ങൾക്ക് 2ാം UPA ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെയാണ് നിങ്ങൾ 2ാം UPA ഗവൺമെന്റ് ഭരിച്ചത്. അവിടെ വന്നത് 3ാം UPA ഗവൺമെന്റ് അല്ല, BJP ഗവൺമെന്റ് ആണ്. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. തീർച്ചയായും രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് സംഘപരിവാറിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താൻ, അത് വിവിധ പാർട്ടികളെ കൂട്ടിയിണക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. ഇന്ത്യ ഒട്ടാകെ പടർന്നു കിടക്കുന്ന പാർട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശിഷ്യ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ പ്രധാനമന്ത്രിയാക്കാൻ എന്നുള്ള തരത്തിൽ തീർച്ചയായും ശ്രീ എം നൌഷാദ്, കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് അല്ല ഇത്തവണത്തേത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പറയുന്നത്. ഈ കൊടിപ്പേടിയും വർഗീയ വോട്ടുകളും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ചർച്ചയാകും. വളരെ നന്ദി എം നൌഷാദ്. പ്രൊഫസർ റോണി കെ ബേബി, എം ജയചന്ദ്രൻ, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.